നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള ചിന്തകളല്ലേ ഉള്ളത്. അതിൽ പലരോടും പലതും തോന്നാറുമില്ലേ? ഒരു വ്യക്തിയെ ആദ്യമായി കാണുമ്പോൾ മുൻപെവിടെയോ കണ്ട പോലെ തോന്നാറുണ്ടോ? ഇത് ഭ്രമമോ അതോ പുനർജന്മത്തിന്റെ ഓർമ്മയോ? ശാസ്ത്രം പറയുന്നത് അല്ല എന്നാണ്. ഇത് തലച്ചോറിന്റെ ചെറിയൊരു മിസ്മാച്ച് മാത്രമാണ്. ഇതിനെ ശാസ്ത്രം വിളിക്കുന്നത് ദേജാവു എന്നാണ്. നാം കാണുന്നത്, കേൾക്കുന്നത്, ആസ്വദിക്കുന്നത് തുടങ്ങിയ സെൻസറി വിവരങ്ങൾ തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിവിധ വ്യത്യസ്ത സമയങ്ങളിൽ എത്തുന്നു. ഇവയെല്ലാം ചേർന്നാണ് തലച്ചോർ ഒരു രംഗം രൂപപ്പെടുത്തുന്നത്. പക്ഷേ അവയിൽ ചെറിയൊരു തടസ്സം നേരിട്ടാൽ അവിടെ ഒരു കൺഫ്യൂഷൻ അനുഭവപ്പെടുന്നു. അപ്പോൾ തലച്ചോറിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ് ഈ തോന്നലിന് കാരണം. ഇത് സംഭവിക്കുന്നത് പ്രധാനമായും സെറിബ്രൽ കോർട്ടക്സ്, തലാമസ് തുടങ്ങിയ തലച്ചോറിന്റെ ഭാഗങ്ങൾ തമ്മിലുള്ള സിഗ്നലിന്റെ വൈകല്യത്താലാണ്. ഉദാഹരണത്തിന്, കാഴ്ച തിരിച്ചറിയാൻ 10 മില്ലി സെക്കൻഡ്, ശബ്ദം തിരിച്ചറിയാൻ 2 മില്ലി സെക്കൻഡ്, തൊട്ടറിഞ്ഞ് തിരിച്ചറിയാൻ 100 മില്ലി സെക്കൻഡ് വരെ എടുക്കും. ഇവയിൽ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ മനസ്സിൽ ഈ അനുഭവം ഉണ്ടാകുന്നു. ദേജാവു അത്ര അപൂർവമല്ല. 60 ലക്ഷത്തിലധികം ആൾക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് അനുഭവപ്പെടാറുണ്ട്. 15 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇത്തരം അനുഭവം കൂടുതലാണ്. പുതിയ സ്ഥലം, പുതിയ മുഖങ്ങൾ, അസാധാരണ സന്ദർഭങ്ങൾ എന്നിവ ദേജാവുവിന് അവസരങ്ങൾ കൂടുതലായി ഉണ്ടാക്കുന്നു. ചിലർ ദേജാവുവിനെ ആത്മീയമായി വ്യാഖ്യാനിക്കും. മുൻജന്മ ഓർമ്മയായോ ആത്മാനുഭാവമായോ അതിനെ കാണും. പക്ഷേ ശാസ്ത്രം വ്യക്തമായി പറയുന്നത് ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ താളത്തിലുണ്ടാകുന്ന ചെറിയ മിസ്മാച്ച് മാത്രമാണ് എന്നതാണ്. ദേജാവു ഒരു രോഗമൊന്നുമല്ല. ഇത് സാധാരണ ന്യൂറോളജിക്കൽ ഫീച്ചർ ആണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതിനാൽ തന്നെ ദേജാവുവിന്റെ അനുഭവം ഉണ്ടായാൽ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യവുമില്ല. അടുത്ത തവണ ഇങ്ങനെയൊന്ന് തോന്നുമ്പോൾ മനസ്സിന്റെ കബളിപ്പിക്കൽ മാത്രമാണ് ഇതെന്ന് മനസ്സിലാക്കുക. മനസ്സിന്റെ അത്ഭുതപരമായ ചെറിയ വഴിത്തിരിവ് തന്നെയാണ് ദേജാവു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.